വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട് നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുനലൂർ റോഡിൽ അരികിലായി നാഗരാജസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം കാണാം. ഹരിസ്വരൂപനായ അനന്തന്റെ മണ്ണിലേക്കുള്ള യാത്രയാണ് ഇനി. സ്ഥിതിയുടെ നാഥനായ മഹാവിഷ്ണു സർവചരാചരങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. മനുഷ്യ പ്രകൃതിയിലും സർവ ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യം അതാത് യുഗങ്ങളിൽ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി അവതാരം കൊള്ളുന്നു. ദേവന്റെ തിരുനാളായ കന്നീലെ ആയില്യത്തിൽ എത്തുന്നു ഭക്തരനേകം കാണിക്കയുമായി. പൂയെന്നാളെന്നല്ലോ ആഡംബര വിഭൂഷിതരായി ദർശനമരുളുന്നു ഭക്തർക്കഭയം നൽകി. അനന്തശായിയായ ഭഗവാന്റെ ശരീരം പോലെ തന്നെയാണ് സാക്ഷാൽ അനന്തമൂർത്തി ഭഗവാന്റെ പുഞ്ചിരിയിൽ അനാദികാലം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യുഗങ്ങൾ മാറി മാറി വരുന്നു. അങ്ങനെ ധർമ്മപരിപാലനം ഭഗവാനിലൂടെയാണ് സംഭവിക്കുന്നത്. ആദിയുഗങ്ങളിൽ ദേവാദിദേവന്മാർ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നു. പക്ഷേ കലിയുഗത്തിൽ ഇങ്ങനെ സംഭവങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിലും കലിയുഗത്തിലെ കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗങ്ങൾ, നാഗസർപ്പങ്ങൾ. വിഷ്ണു സാന്നിധ്യമുള്ള സാക്ഷാൽ അനന്ത ഭഗവാനാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി പ്രധാന പ്രതിഷ്ഠയാണ് എന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. ഇതുതന്നെയാണ് ഈ നാഗരാജ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഓങ്കാരപ്പൊരുളും സർവ ലോകേശനുമായ വിഷ്ണു ഭഗവാൻ തന്റെ പൂർണ്ണരൂപത്തിൽ പാലാഴിയിൽ പള്ളി കൊള്ളുന്നു. അനന്തശയനായ തന്റെ അവിടുത്തെ അവിഭാജ്യ ഘടകമാണ് സാക്ഷാൽ അനന്തമൂർത്തി. മനുഷ്യന് കിടക്ക എന്നതുപോലെയല്ല, ഭഗവാന് അനന്തൻ തന്റെ ദിവ്യ മംഗലമൂർത്തി പൂർത്തിയാകുന്നത് അനന്തശൈലി എന്ന രൂപത്തിലാണ്. അതുകൊണ്ടാകാം വിഷ്ണു ഭഗവാൻ തന്നെയാണ് അനന്തൻ എന്ന് പുരാണങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഭക്തി ലോകപാലനത്തിനായി പല രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള മഹാവിഷ്ണു കലിയുഗത്തിൽ വരദായകനായി ഭൂമിയിൽ നിലകൊള്ളുന്നു. കന്നീലെ ആയില്യത്തിൽ നാഗരാജ സന്നിധി പുൽകി ലക്ഷം ലക്ഷം ഭക്തജനങ്ങൾ നേടുന്നു പുണ്യം. ഇല്ലത്തേക്കുന്നടുത്തും ദേവന്റെ തിരുവഴും നള്ളിപ്പ് കാണുന്നവർക്കില്ലല്ലോ സർപ്പഭയം. പിന്നെ ആയില്യം നാളിയെന്നു സർപ്പബലി കണ്ടു തൊഴുതാൻ എത്തുന്നു ഭക്തരനേകം വർഷം തോറും. നാനാ പ്രദേശങ്ങളിൽ വിവിധ ദേവതകളായി വാഴ്ത്തുന്നതും വാസ്തവത്തിൽ അവിടുത്തെ വൈഭവം തന്നെയാണ്. കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗരാജാവ്. ദേവനാണ് വിഷ്ണു എന്നതുപോലെ തന്നെ നാഗരാജാവാണ് സാക്ഷാൽ അനന്ത ഭഗവാൻ. കശ്യപ പ്രജാപതിക്ക് കത്രു എന്ന പത്നിയിൽ ജനിച്ച നാഗങ്ങളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്ത ഭഗവാനെ തനതായ രൂപത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ക്ഷേത്രമാണ് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം. ഇവിടുത്തെ നാഗാരാധനയുടെ പരമപ്രധാനമായ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. വിഷ്ണുവിന്റെ അവതാരം രൂപമായ പരശുരാമൻ വിശേഷ ബ്രാഹ്മണർക്ക് വസിക്കുവാൻ മഴുവെറിഞ്ഞ കടലിനെ അകറ്റി കേരളക്കര ഉണ്ടാക്കി. എന്നാൽ തുടക്കത്തിൽ ഇവിടെ മനുഷ്യർക്ക് മനുഷ്യജീവിതം അസാധ്യമായിരുന്നു. ഭൂതലമാകെ പാമ്പുവർഗങ്ങളെ കൊണ്ട് ജലവും കടലുമെല്ലാം നിറഞ്ഞു. ഈ ദുഃഖകരമായ സ്ഥിതി കണ്ട് പരശുരാമൻ ശ്രീ പരമേശ്വരനോട് സങ്കടം ബോധിപ്പിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാക്ഷാൽ അനന്തന് മാത്രമേ കഴിയൂ എന്ന് പരമശിവൻ അരുളി ചെയ്തു. അതനുസരിച്ച് പരശുരാമൻ ഗന്ധനാഥ പർവ്വതത്തിൽ പോയി കഠിന തപസ് ചെയ്തു. അനന്ത ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി സങ്കടം അറിയിച്ചു. അതിനെ തുടർന്ന് പരമകാരുണ്യവാനായ അനന്തൻ തന്റെ അനുയായികളായ സർപ്പദൈവങ്ങളെയും അയച്ചു. അവരുടെ ഉച്ചശ്വാസം കൊണ്ട് ജലത്തിലെ കടലോര വർഗങ്ങളെ മറ്റ് സർപ്പങ്ങളെല്ലാം വേർതിരിക്കുകയും പാട്ടിലാക്കുകയും ചെയ്തു. ഇതിന്റെ ഓർമ്മയ്ക്കായി ശ്രീ പരശുരാമൻ അസുരഹിപ്പിയായ മൈനെക്കൊണ്ട് ഒരു അനന്ത ശില്പമുണ്ടാക്കിയിട്ട് താൻ തന്നെ അതിൽ അനന്തസ്വാമിയെ ആവാഹിച്ച് വെട്ടിക്കോട്ട് പ്രതിഷ്ഠിച്ചു. ഈ മംഗളകരമായ പരമ പുണ്യമായ കർമ്മത്തിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട ദക്ഷിണ സ്വീകരിക്കുകയും ബ്രഹ്മാവ് മുഹൂർത്തം കൽപ്പിക്കുകയും ചെയ്തു.
പിറ്റേന്നു രാവിലെയുള്ള ഇളനീരഭിഷേകം കാണുന്ന ഭക്തനോടും ദർശപുണ്യം. വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട്ടു നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. നമസ്കാരം. ഞാൻ വേണുഗോപാൽ നമ്പൂതിരി, വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രം ഇപ്പോഴത്തെ കാരണവറായിരിക്കുന്നു. കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാളാണ്. ഈ ദിവസം ഭഗവാന്റെ തിരുനാളായി ആചരിക്കപ്പെടുന്നു. ആയില്യത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. മൂലഭാഗവത സപ്താഹം, തുടർന്ന് ഓരോ ദിവസവും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രകലകൾ ഇവിടെ എല്ലാം നടത്തപ്പെടുന്നുണ്ട്. കന്നിമാസത്തിലെ പൂയനാളിൽ സർവാലങ്കാര വിഭൂഷിതനായ നാഗരാജാവിൻ്റെ ദീപാരാധന. വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രമേ ഇവിടെ ദീപാരാധന നടക്കാറുള്ളൂ. ആയില്യം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, തുടർന്നുള്ള ഉഷപൂജ, ഉച്ചപൂജ, ഇവയ്ക്ക് ശേഷം നാഗരാജാവിനെ ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്നു. നാലുകെട്ടിൽ എഴുന്നള്ളിച്ചിരുത്തി വിശേഷ പൂജകൾക്ക് ശേഷം നാഗരാജാവിനെ തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രം വലം വെച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം സർപ്പബലി എന്ന വിശേഷ ചടങ്ങുകൾ തുടങ്ങുകയായി. സർപ്പബലിക്ക് ശേഷം ആയില്യത്തിൻ്റെ ദിവസം രാത്രി 10 മണിയോടെ ക്ഷേത്രം അടയ്ക്കുന്നതാണ്. മകത്തുനാളിൽ ശുദ്ധികലശം ഇവയോടുകൂടി ക്ഷേത്ര ചടങ്ങുകൾ സമാപിക്കുന്നു. ഇതാണ് ആയില്യത്തെക്കുറിച്ച് വളരെ ചുരുക്കി പറയാനുള്ളത്. വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട് നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ കേരളക്കരയിൽ ആദ്യമായി സർപ്പപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഇതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളോൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആദ്യ ക്ഷേത്രം. കേരള സൃഷ്ടിക്ക് ശേഷം ഭൂമി മനുഷ്യവാസത്തിനും കൃഷിക്കോ അനുയോജ്യമല്ലായിരുന്നതിനാൽ, കാരണം കടൽ മാറി കരയുണ്ടായി എന്നാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ കടൽ മാറി ഉണ്ടായ ഭൂമി ലവണാംശവും കടലോര നിമിത്തം ഭൂമി മനുഷ്യന് വസിക്കാനോ മറ്റുള്ള ഒരു കൃഷിക്കോ ഉപയോഗമില്ലാത്തതായി തീർന്നു. ഇതിൽ മനന്നുള്ള പരശുരാമൻ ഭഗവാൻ അനന്തമൂർത്തിയെ തപസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വരം സ്വീകരിച്ച് ഉരകങ്ങളെ കൊണ്ട് ഭൂമിയിലേക്ക് ഉച്ഛ്വാസവായു വന്നു. ആ ഉച്ഛ്വാസവായുവിനാൽ ഭൂമി വിഷാംശം മാറി, ലവണാംശം മാറി, കടലോര് മാറി മനുഷ്യന് വസിക്കാൻ അനുയോജ്യമായി തീരുകയും അങ്ങനെ ഈ ഭൂമി പരശുരാമൻ മറ്റുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഇതിൻ്റെ പ്രത്യുപകാരമായിട്ട് മഴുകൊണ്ട് പരശുരാമൻ തൻ്റെ ആയുധമായ മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിൽ ഒരു നാഗരാജ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പം. മണ്ണ് വെട്ടിക്കൂട്ടി പ്രതിഷ്ഠിച്ചതുകൊണ്ട് വെട്ടിക്കോട് എന്ന പേരുണ്ടായെന്നും കേരളക്കരയിൽ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് ആദിമൂലം വെട്ടിക്കോട് എന്ന പേരുണ്ടായെന്നാണ് വിശ്വാസം. ഇവിടെ സാധാരണ ദിവസങ്ങളിൽ ഉഷപൂജ, ഉച്ചപൂജ എന്നീ 2 പൂജകൾ മാത്രമേ നടക്കാറുള്ളൂ. വൈകിട്ട് നട തുറന്ന് വിളക്കെപ്പ് മാത്രമേ പതിവുള്ളൂ. ദീപാരാധനയോ അത്താഴപൂജയോ പതിവില്ല. എന്നാൽ കന്നിമാസത്തിലെ പൂയനാളിൽ വൈകിട്ട് ദീപാരാധന നടത്തപ്പെടുന്നു. അന്നത്തെ ദീപാരാധന തൊടാൻ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുന്നത്.
മാസം തോറും വരുന്ന ആയില്യനാൾ എല്ലാ ഞായറാഴ്ച ദിവസവും ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ സന്ദർശിക്കുകയും അവർ ഭഗവാനെ തൊഴുത് സായുജ്യമടഞ്ഞ് മടങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. സർപ്പകോപം മുഖേന ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് ഇവിടുത്തെ ആടിയ എണ്ണ, ജലധാര ഇവ വളരെ വിശേഷമായി കരുതപ്പെടുന്നു. സന്താന ഇല്ലാത്തവർക്ക് ഉരുളികമഴ്ത്തൽ എന്നൊരു വിശേഷാൽ വഴിപാടും ഇവിടെ നടത്തി വരാറുണ്ട്. വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട് നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. എല്ലാ ദിവസങ്ങളിലും അതിരാവിലെ യഥാക്രമം അഭിഷേകം, നിവേദ്യ സമർപ്പണം, പൂജ ഇവ നടക്കുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രധാന പ്രഭാത പൂജകൾ കഴിഞ്ഞിരിക്കണമെന്ന നിയമമുണ്ട്. തുടർന്ന് മധ്യാഹ്നത്തിന് മുമ്പ് ഉച്ചപൂജയും നടക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും വളരെയേറെ ഭക്തജനങ്ങൾ വന്നു ചേരുന്നു. അതിനാൽ അവരുടെ സൗകര്യം പരിഗണിച്ച് ഉച്ചപൂജയുടെ സമയം നീണ്ടുപോകാറുണ്ട്. അന്നേ ദിവസം വൈകിയേ ക്ഷേത്രനട അടയ്ക്കാറുള്ളൂ. കന്നി, തുലാം എന്നീ മാസങ്ങളിൽ, പൂയം, ആയില്യം എന്നീ ദിവസങ്ങളിൽ മാത്രം ദീപാരാധനയും അത്താഴ പൂജയും നടക്കുന്നു. സാധാരണ ദിവസങ്ങളിൽ തന്നെ ഞായറാഴ്ചകളിൽ പ്രാധാന്യം കൂടുതലുണ്ട്. എല്ലാ മാസങ്ങളിലെ ആയില്യ ദിവസം നൂറും പാലും എന്ന വിശേഷമായ പൂജ നടക്കുന്നു. കൂടാതെ കന്നിമാസത്തിലെ ആയില്യം മുതൽ ഇടവമാസത്തിലെ ആയില്യം വരെ ഏകാദശിയുള്ള എല്ലാ ഞായറാഴ്ചകളിലും നടത്താറുണ്ട്. ഈ ചടങ്ങിന് സംബന്ധിക്കുന്ന ആളുകൾ നിരവധിയാണ്. കുംഭമാസത്തിലെ ആയില്യം, ശിവരാത്രി എന്നീ ദിവസങ്ങളും മാസത്തിലെ ബലഭദ്ര ജയന്തിയും വിശേഷ ചടങ്ങോടുകൂടി ആചരിക്കപ്പെടുന്നു. കന്നിമാസത്തിലെ ആയില്യമാണ് വെട്ടിക്കോട് ആയില്യം എന്നറിയപ്പെടുന്നത്. അന്നേ ദിവസം ദേവന്റെ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നു. ദേവന്റെ തിരുനാളായ കന്നിയിലെ ആയില്യത്തിൽ എത്തുന്നു ഭക്തരനേകം കാണിക്കയുമായി. പൂയെന്നാളെന്നല്ലോ ആഡംബര വിഭൂഷിതരായി ദർശനമരുളുന്നു ഭക്തർക്കഭയം നൽകി. ഉത്സവത്തിന് 7 ദിവസം മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ആരാധനകളും ആരംഭിക്കുകയായി. ദീപാരാധനയ്ക്ക് ശേഷം പലവിധ വാദ്യങ്ങൾ ഉപയോഗിച്ച് അവർ ഭക്തജനങ്ങൾ ഭഗവാനെ സേവിക്കുന്നു. നിറക്കണ്ണുകളോട് കൂടി അവർ വണങ്ങി നാഗരാജാവിനെ സ്തുതിക്കുന്നു. 10 മണിയോടുകൂടി നടച്ചാൽക്കാവിലെ പുറത്ത് കഥകളി നടക്കാറുണ്ട്. ആയില്യം ദിവസം വെളുപ്പിനെ നട തുറന്ന് നിർമാല്യ ദർശനം കഴിഞ്ഞ് അഭിഷേകം, ഉച്ചപൂജ, ഉഷപൂജ, നൂറും പാൽ എന്നിവയ്ക്ക് ശേഷം ഉച്ചയോടുകൂടി സർവ്വ അലങ്കാരത്തോടു കൂടെ നാഗരാജാവിനെ എല്ലാവിധ വാദ്യ ഉപകരണത്തോടു കൂടി എഴുന്നള്ളിക്കുന്നു. ഈ എഴുന്നള്ളത്ത് കണ്ട് വന്ദിക്കുന്നവർക്ക്, നമസ്കരിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക്, ദർശന ഭാഗ്യം ലഭിക്കുന്നവർക്ക് 1 വർഷത്തേക്ക് ഏൽക്കില്ല എന്ന് പരക്കെ ഒരു അടിയുറച്ച വിശ്വാസം തന്നെ ഇവിടെ നിലനിൽക്കുന്നു. അതാണ് വെട്ടിക്കോട് നാഗരാജാവിന്റെ അത്ഭുത ശക്തി എന്ന് പറയുന്നത്. പിറ്റേന്നു രാവിലെയുള്ള ഇളനീരഭിഷേകം കാണുന്ന ഭക്തനോടും ദർശപുണ്യം. വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട്ടു നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. 27 നാളുകാർക്കും രാഹുർദശ ഉണ്ടാകാറുണ്ട്. അതായത് 120 വർഷമാണ് ഒരു മനുഷ്യായുസ്സായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഈ 120 വർഷത്തിനുള്ളിൽ ആദ്യമേ തന്നെ രാഹുർദശ വന്നു പോകുന്നവർ കാണും. തിരുവാതിര, ചോതി, ചതയം ഈ 3 നാളുകാർ ജനിക്കുന്നത് രാഹുർദശയിലാണ്. രാഹുർദശാകാലത്ത് ചില അലച്ചിലുകളും ബുദ്ധിമുട്ടുമുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഒരു ദോഷമായിട്ടത് കണക്കില്ല. എല്ലാ നാളുകാർക്കും രാഹുർദശ ഉണ്ടാകാറുണ്ട്. രാഹുർദശ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണ് ഇവിടെ തന്നെ ഒരു വഴിപാടുണ്ട്, രാഹുർ ദോഷശാന്തി എന്നുള്ള വഴിപാട്. അതിനൊരു വളരെ പരിഹാരമാണ്. എന്നാൽ ഈ കാളസർപ്പദോഷം എന്ന് പറയുന്നത് എല്ലാ ആളുകാർക്കും ഉണ്ടാകാറില്ല. അത് ആ ജനിക്കുന്ന സമയത്ത് ആ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ്റെ ഇതാണ്. അത് ഇന്ന ആളുകൾക്കൊന്നും പറയാൻ പറ്റില്ല. അത് അന്നേരത്തെ ആ ജനിച്ച സമയത്ത് ഗ്രഹനില നോക്കി ഒരു ജ്യോത്സ്യനെ കണ്ടു കഴിഞ്ഞ്
അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിന് ആ ദോഷമുള്ളവർക്ക് ഇവിടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞ് പാൽപ്പായസ ഹോമം, പിന്നെ സർപ്പരൂപം മുഖത്തൊഴിഞ്ഞ് നടക്കി വെക്കുക, ഇങ്ങനെയുള്ള ഇതുണ്ട്. അതെല്ലാ നാളുകാർക്കും കാളസർപ്പദോഷം ഉണ്ടാകാറില്ല. പക്ഷേ രാഹുർദശ എല്ലാ നാളുകാർക്കും ഉണ്ടാകും. പക്ഷേ അവസാന സമയങ്ങൾ 120 വർഷം വരെ ജീവിക്കുകയാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ചില ആളുകാർക്ക് വരും. ആ സമയത്തിന് മുമ്പായിട്ട് തന്നെ മറ്റുള്ള ദശകൾ കടന്നു വരും. അങ്ങനെ വരുന്നവർക്ക് രാഹുർദശ ഉണ്ടാകാറില്ല. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ആകെ കണക്ക് കൂട്ടി പറയുമ്പോൾ എല്ലാ നാളുകാർക്കും രാഹുർദശ അനുഭവിക്കുകയാണ്. വെട്ടിക്കോടു വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട് നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. മേടം രാശി. കൃതയുഗ രാശിക്കാരായ ഇവർ സത്യം, ധർമ്മം, നീതി ഇവ പുലർത്തുന്നവരായിരിക്കും. അശ്വതി, ഭരണി, കാർത്തിക, മേടമാസത്തിൽ ജനിച്ചവർ ജന്മസംഖ്യ 961. ഇവർക്ക് ഗുണാനുഭവം കൂടും. കൃതയുഗ രാശിയിൽ ജനിച്ച എല്ലാ ജനങ്ങളും ദൈവകൽപ്പനയാലോ എന്ന് തോന്നുമാറ് അടുത്തു ചെന്ന് ധനം, ദ്രവ്യം ഇവ ഇഷ്ടാനുസരണം ലഭിക്കുന്നതാണ്. എല്ലായിടത്തും ഭാഗ്യാനുഭവം ലഭിക്കുന്നവരാണ്. മേടം രാശി ധാതുരാശിയാണ്. ധാതുമൂല ജീവന നക്ഷത്രക്കാരായ ഇവർ ഊർജ്ജസ്വലത ഏറുന്ന വർഷമാണ്. അധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കണമെന്നില്ല. അതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ കരുതലോടെ മുന്നോട്ടു പോവുക. ലഗ്നാധിപന്റെ സഞ്ചാരം അതിനനുസരിച്ച് രക്തസമ്മർദ്ദപരമായ അസുഖങ്ങളും ഉണ്ടാകും. ശരീരത്തിന് ക്ഷീണമുണ്ടാകും. വിദേശയാത്രയ്ക്ക് പണം മുടക്കുമ്പോൾ സൂക്ഷിക്കണം. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. വീട്ടിൽ കലഹം നിയന്ത്രിക്കുക. നിങ്ങളുടെ ചലനം പ്രധാനമാണ്. കോപവും വികാരവും നിയന്ത്രിക്കാൻ ദൈവികമായ മന്ത്രങ്ങൾ ഉപയോഗിക്കുക. വരവിനേക്കാൾ ചിലവ് ഏറും. ആഡംബരങ്ങൾ ഒഴിവാക്കുക. വാഹനം, ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഇവ വാങ്ങുന്നതിന് 10 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രം മതി. വിവാഹം, പ്രണയം എന്നിവ മുതിർന്നവരുടെ ഉപദേശപ്രകാരം മാത്രം നടത്തുക. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക നിയമനം ലഭിക്കും. ഭൂമി, ഗൃഹം, വാഹനം എന്നിവയ്ക്ക് യോഗം. മംഗളകാര്യങ്ങൾ നടക്കും. വിദേശ തൊഴിൽ ലഭിക്കും. ഭക്ഷണം, വ്യായാമം എന്നിവയിൽ ശ്രദ്ധിക്കണം. വ്യക്തമായ രേഖകളില്ലാതെ സാമ്പത്തിക സഹായം നൽകരുത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. ജാമ്യം നിൽക്കുന്നതും മധ്യസ്ഥം നിൽക്കുന്നതും ഒഴിവാക്കുക. തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുക. ഉപരിപഠന യോഗം ലഭിക്കാം. ഭാര്യ ഭർത്താക്കന്മാർ രമ്യതയിലാകും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ബിസിനസ് മെച്ചപ്പെടും. യാത്രകൾ ആവശ്യമായി വരും. ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള അവസരം ലഭിക്കും. പ്രവൃത്തിയിൽ ഉയർച്ച. ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിവാഹം നടക്കും. ശത്രുക്കൾ മൂലം ചില വിഷമങ്ങൾ ഉണ്ടാകും. അന്തസ്സിന് ചേരാത്ത പ്രവൃത്തി ചെയ്യരുത്. വിവാഹം, ഭൂമി, വീട് എന്നിവയ്ക്ക് യോഗമുണ്ട്. തൊഴിൽ ലഭിക്കാം. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പെൺകുട്ടികൾ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കുക. ഉചിത തീരുമാനങ്ങൾ ആലോചിച്ച ശേഷം മാത്രം എടുക്കുക. നാവ് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ദാമ്പത്തിക ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. ഇടവം രാശി. കാർത്തിക, രോഹിണി, മകയിരം, ഇടവമാസത്തിൽ ജനിച്ചവർ ജന്മസംഖ്യ 27. ത്രേതായിക രാശിക്കാരായ ഇവർ ദ്രവ്യം കൊണ്ടു നടക്കുന്നവരല്ല. ഇവർ അവിടെവിടെ അലഞ്ഞു തിരിഞ്ഞ് ദ്രവ്യലാഭം ഉണ്ടാക്കും. കലാപരമായ താല്പര്യങ്ങൾ വർദ്ധിക്കുന്ന സമയമാണിത്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ആത്മവിശ്വാസം കൂടും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. വസ്തുക്കളുടെ ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഔദ്യോഗിക രംഗത്ത് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പ്രധാന രേഖകൾ 10 പ്രാവശ്യം സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമേ ഒപ്പുവെക്കാവൂ. പുതിയ ജോലി ലഭിച്ചാലും അവിടെ അവസ്ഥ മനസ്സിലാക്കി മാത്രമേ പ്രവേശിക്കാവൂ. പ്രണയം തോന്നാൻ ഭാഗ്യമുണ്ട്. തന്നേക്കാൾ കുറഞ്ഞ സ്ഥാനമുള്ളവരുമായി അടുപ്പം പേരുദോഷത്തിന് ഇടയാക്കും. യാത്രകൾ അബദ്ധത്തിൽ ചാടും. കലയുമായി നവഗ്രഹ ബന്ധം കാണുന്നതിനാൽ നവഗ്രഹ പ്രീതിയും അനുഷ്ഠാന കലകളും വഴിപാടുകളും നടത്തുക. ദേവതകളുടെ സംഗീതാർച്ചനകളും വീട്ടിൽ നടത്തുക. കാർത്തിക. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കും. വീട് മോടി പിടിപ്പിക്കും. ദൂരദേശ ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. പ്രവൃത്തി രംഗത്ത് നിന്ന് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുകയില്ല. ആരെയും പരിധി കഴിഞ്ഞ് പ്രതീക്ഷിക്കുകയോ പ്രലോഭനങ്ങളിൽ അകപ്പെടുകയോ ചെയ്യരുത്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ശരിയായ തീരുമാനങ്ങളും പ്രായോഗികവും ആത്മാർത്ഥവുമായ സമീപനങ്ങളിലൂടെയും വിഷമതകൾ പരിഹരിക്കും. മത്സര പരീക്ഷകളിൽ ഏർപ്പെടാതിരിക്കുക. വ്യാപാര രംഗത്തുള്ളവർ തൊഴിലുകളുമായി സൗഹൃദപരമായി പെരുമാറി ആത്മാർത്ഥത പിടിച്ച് പറ്റേണ്ടതാണ്. ഇല്ലെങ്കിൽ വ്യാപാരം പരാജയപ്പെടും. സർവാഭിഷ്ട സിദ്ധിയും ദോഷശാന്തിയും ലഭിക്കും. രോഹിണി. ഊഹക്കച്ചവടത്തിൽ നേട്ടം. ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഭാഗ്യവർദ്ധന. രോഗദുരിതത്തിൽ നിന്നും മോചനം. പൂർവിക സ്വത്ത് വീതം വെച്ച് ലഭിക്കും. ഓഹരികളിൽ ഗൃഹനിർമ്മാണത്തിന് യോഗം. ഉപരിപഠനത്തിൽ പരാജയം.
വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സം വരാം. ഉദരസംബന്ധമായും നേത്ര സംബന്ധമായും രോഗത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ ഉണർവും ഉത്സാഹവും വർദ്ധിക്കാൻ സാഹചര്യം കാണുന്നുണ്ട്. മംഗല്യകാര്യത്തിൽ തടസ്സം നേരിടും. ഉദ്യോഗസ്ഥർക്ക് കുറ്റാരോപണ സാധ്യത കാണുന്നു. ശത്രുക്കളുടെ ദോഷം മാറി മിത്രങ്ങളായി മാറും. അഗ്നി, ആയുധം, വാഹനം, ഇലക്ട്രിസിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷ്മത പാലിക്കുക. സംശയവും അസൂയയും മനസ്സിൽ നിന്ന് മാറ്റുക. മിഥുനം രാശി. മകീരം, തിരുവാതിര, പുണർദം, മിഥുനമാസത്തിൽ ജനിച്ചവർ 7, 4, 3 ജന്മസംഖ്യ. ദ്വാപര രാശിയിൽ ജനിച്ചവർ ഇവർ സ്വന്തം ധനം കൊണ്ട് കച്ചവടം, കൃഷി മുതലായവ ചെയ്ത് ദ്രവ്യലാഭം ഉണ്ടാക്കും. അധ്വാനത്തിന്റെ ഫലം മൊത്തം കിട്ടില്ല. അപ്രതീക്ഷിതമായ മാറ്റം ഉണ്ടാകുന്ന വർഷമാണിത്. ആഡംബരം കൂടുതൽ കാണിക്കും. ഭൂമി, വാഹനം, ഗൃഹം, ആഭരണങ്ങൾ, ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. ജോലി സംബന്ധമായ ഉത്സാഹം, ദൂരദേശയാത്ര, വിദേശയാത്ര എന്നിവയ്ക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മാന്ദ്യം സംഭവിക്കാം. നവഗ്രഹ ഭജനം നടത്തുക. വാമനമൂർത്തിയെ വിചാരിക്കുക. ശരീരചലനങ്ങളിൽ നിന്നും മാറ്റം വരുത്തി ബുദ്ധി വർദ്ധിപ്പിക്കുക. ഇതുവഴി ഭാഗ്യാനുഭവങ്ങൾ കൂടും. കച്ചവടത്തിലൂടെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. പുതിയ ബിസിനസ്സിൽ ലാഭം കൂടും. പുതിയ സംരംഭങ്ങൾക്ക് അവസരം തേടിയെത്തും. സിനിമ, TV രംഗത്തുള്ളവർക്ക് അവസരങ്ങളും പ്രശസ്തിയും ലഭിക്കും. കുടുംബത്തിലെ വസ്തുവകകൾ കൈവശം വന്നു ചേരും. കുടുംബത്തിലെ ബന്ധങ്ങൾ ശിഥിലമാകാതെ സൂക്ഷിക്കുക. മകയിരം. പ്രവൃത്തി രംഗത്ത് പുരോഗതി, സാമ്പത്തിക നേട്ടം, നഷ്ടപ്പെട്ട പണമോ വിലപിടിച്ച വസ്തുക്കളോ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കുടുംബങ്ങളിൽ മംഗള കർമ്മത്തിന് സാധ്യതയുണ്ട്. കേസുകളിൽ അനുകൂല വിധിക്ക് സാധ്യതയുണ്ട്. ആരുമായി കലഹിക്കരുത്. പലിശയ്ക്ക് പണം കൊടുക്കുന്നവർ സൂക്ഷ്മമായി രേഖ കിട്ടിയതിനു ശേഷം മാത്രം നൽകുക. സന്താന കാര്യത്തിൽ മനസ്സ് വിഷമിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഗുണാധിക്യം. പ്രേമബന്ധങ്ങൾ കുരിശായി മാറും. തിരുവാതിര. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ലബ്ധി, കർമ്മരംഗത്ത് പുരോഗതി, ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, അനുകൂല സ്ഥലം മാറ്റം, എല്ലാ കാര്യത്തിലും ദൈവാധീനം, സൽകീർത്തി, അംഗീകാരം, പൂർവിക സ്വത്ത് കൈവശം വരാൻ യോഗം. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. കടം കൊടുത്ത പണമോ വിലപിടിപ്പുള്ള വസ്തുവോ തിരികെ കിട്ടും. സ്ത്രീജനത്തിന് ദേഹദുരിതവും മാനഹാനിക്കും സാധ്യതയുണ്ട്. പുണർദം. ആപത്തിൽ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. കർമ്മരംഗം മെച്ചപ്പെടും. ലോട്ടറി കിട്ടാൻ സാധ്യതയുണ്ട്. പുണർദം 3-ാം പാദക്കാർക്ക് സർവാധിഷ്ഠ സിദ്ധിയും ടെസ്റ്റിലും ഇന്റർവ്യൂകളിലും വിജയം. സർക്കാർ ജീവനക്കാർക്ക് അനുകൂല കോടതി വിധി പ്രതീക്ഷിക്കാം. പ്രണയം വിവാഹത്തിൽ കലാശിക്കും. തൊഴിൽ രംഗത്ത് ഉയർച്ച. സിനിമ, സീരിയൽ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. കർക്കിടകം രാശി. കർക്കിടകത്തിൽ ജനിച്ചവർ ജന്മസംഖ്യ 3, 8, 5. പുണർദം, പൂയം, ആയില്യം. കലിയുഗ രാശിക്കാരായ ഇവർക്ക് ഒരു വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാകുന്നതല്ല. വൈകാരികമായി സന്തോഷം അനുഭവിക്കാൻ യോഗമുള്ള വർഷമാണിത്. മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന ജോലി ലഭിക്കാൻ സാധ്യതയില്ല. ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ജോലി മാറാൻ യോഗം. പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കും. ജലവുമായി ബന്ധപ്പെട്ട രാശിയായതിനാൽ ജലവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കും. പൂയം. ഉന്നത വ്യക്തികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും. യുക്തിപൂർവം അവസരോചിതമായ തീരുമാനങ്ങൾ എടുക്കും. വിദേശയാത്ര സഫലമാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നവഗ്രഹ പ്രീതി സമ്പാദിക്കുക. തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ തടസ്സങ്ങളുണ്ടാകും. പ്രവൃത്തി മണ്ഡലത്തിൽ പുരോഗതി കുറയും. ഗവൺമെന്റ് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ തടസ്സം നേരിടും. കർമ്മസംബന്ധമായ യാത്രകൾ വേണ്ടിവരും. പണം കൊടുക്കുന്നവർ ശരിയായ രേഖകൾ വാങ്ങേണ്ടതാണ്. ആയില്യം. ഐശ്വര്യവർദ്ധനവുണ്ടാകും. ദൈവിക കാര്യങ്ങളിൽ വിമുഖത കാണിക്കും. പണപരമായ ബുദ്ധിമുട്ടുണ്ടാകും. വിദേശയാത്രയ്ക്ക് തടസ്സം നേരിടാം. ബന്ധുക്കളുമായി അകന്നു കഴിയുന്ന സ്വഭാവം ഉണ്ടാകും. സ്ഥാനലബ്ധി ഉണ്ടാകും. ചിങ്ങം രാശി. ചിങ്ങമാസത്തിൽ ജനിച്ചവർ മകം, പൂരം, ഉത്രം. ജന്മസംഖ്യ 9, 6, 1. കൃതയുഗ രാശിക്കാരായ ഇവർ സത്യം, ധർമ്മം, നീതി ഇവ പുലർത്തുന്നവരായിരിക്കും. ഇവർക്ക് ഗുണാനുഭവം കൂടും. എല്ലാ ജനങ്ങളും ദൈവകൽപ്പനയാലോ എന്ന് തോന്നുമാറ് അടുത്ത് ചെന്ന് ദ്രവ്യം, ധനം എന്നിവ ഇഷ്ടാനുസരണം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം നേരിടും. ഗണപതിയെ ഭജിക്കുക. കരിക്കഭിഷേകം നടത്തുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നടക്കും. ഉന്നത വ്യക്തികളുടെ സഹായങ്ങൾ ലഭിക്കും. പ്രതീക്ഷകൾ നടക്കുന്ന വർഷമായിരിക്കും ഇത്. അഗ്നി, വായു, വൈദ്യുതി എന്നിവയിൽ നിന്നും അപകട സാധ്യത ഏറെയാണ്. വസ്തു വാങ്ങാനോ വിൽക്കാനോ യോഗമുള്ള കാലമാണിത്. പിന്നീട് നിയമപ്രശ്നങ്ങളിൽ വരാതിരിക്കാൻ നിയമോപദേശം കിട്ടിയ ശേഷം ഇടപാടുകൾ നടത്തുക. ഇടപാടുകൾ ചെയ്യുമ്പോൾ നന്നായി പരിശോധിക്കുക. മകം. പൊതുവെ ഗുണകരമായ വർഷം.
തീർത്ഥാടനം നടത്തും. നേർച്ച കുടിശ്ശിക തീർക്കും. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം ലഭിക്കും. ഗണപതിയെ ഭജിക്കുക. കർമ്മരംഗത്തും ജോലി സാധ്യത നടപ്പിലാക്കാനും കൂടുതൽ സാധ്യതകൾ കാണുന്നുണ്ട്. കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് പ്രശസ്തിയും അംഗീകാരവും, സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനും അപേക്ഷിച്ചാൽ അനുകൂല ഫലം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകും. നാവ് വാളാണ്. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. പുതിയ സംരംഭത്തിൽ മുതൽ മുടക്കാൻ വർഷാരംഭം ഏറ്റവും ഉത്തമമാണ്. മകം നക്ഷത്രത്തിൽ 2ാം പാദത്തിലുള്ളവർക്ക് ദേഹദുരിതമുണ്ടാകും. സ്ത്രീകൾക്ക് മനസ്സുഖമുണ്ടാകും. ലോട്ടറി ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. തർക്കത്തിൽ നിന്നും ഒഴിവാക്കുക. പരിഹാരമായി ഗണപതിക്ക് കരിക്കഭിഷേകം നടത്തുക. നിത്യേന ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ജന്മ, അനുജന്മ നക്ഷത്രം തോറും മത്സ്യമാംസാദികൾ വർജിക്കുക. പൂരം, മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വിവരങ്ങൾ അറിയും. ശത്രുക്കളുടെ ഉന്മൂലനാശം കേൾക്കാനിടവരും. ഇഷ്ട ജനസഹകരണം ഉണ്ടാകും. സന്താനങ്ങളുടെ ശ്രേയസിൽ സന്തോഷിക്കും. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറും. ബിസിനസ് വിപുലീകരിക്കും. ഗൃഹാന്തരീക്ഷത്തിൽ സമാധാനം കുറയും. വിശ്വസ്തരായി കൂടെ നിൽക്കുന്നവർ അസ്വസ്ഥരാകാൻ ഇടയുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ രേഖകൾ വാങ്ങി പരിശോധിച്ച ശേഷം ഇടപെടുക. ചിരകാല അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കും. വെട്ടിക്കോടുവാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട് നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. കന്നിരാശി. കന്നിമാസത്തിൽ ജനിച്ചവർ ആവശ്യത്തിന് പണം ഉണ്ടാക്കുകയില്ല. ലോൺ, സ്ട്രീറ്റ് സൗകര്യങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിടും. ആഡംബരത്തിനും ആരോഗ്യത്തിനും പണം ചിലവാക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് സുനാമി പോലെ ധനച്ചിലവ് വരും. ധനം കരുതി വെക്കേണ്ടത് ആവശ്യമാണ്. തൊഴിലിലും കുടുംബത്തിലും പ്രയാസങ്ങളുണ്ടാകും. അടുപ്പമുള്ള പലരും എതിരായി പ്രവർത്തിക്കും. അസൂയയും കുശുമ്പും കളയുക. കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ കോപവും സംസാരവും നിയന്ത്രിക്കും. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ ഈശ്വര ഭജന നടത്തണം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് പഠനത്തിൽ പ്രയാസമുണ്ടാകും. ഉത്രം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണിത്. ഔദ്യോഗിക രംഗത്ത് അർഹമായ ആനുകൂല്യം, ആരോഗ്യം മെച്ചപ്പെടും. ഉപരിപഠന കാര്യങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് തടസ്സമുണ്ടാകും. കന്നിക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്ക് മംഗളയോഗമുണ്ട്. അഗ്നി, ആയുധം, വാഹനം, വൈദ്യുതി എന്നിവയിൽ ശ്രദ്ധിക്കുക. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർ വിസയും മറ്റ് യാത്രാരേഖകളും ശരിയായി കിട്ടിയാൽ യാത്ര തിരിക്കും മുമ്പ് എല്ലാം വിശദമായി അന്വേഷിച്ച് ജോലിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കന്നിക്കാരായ ഉത്രം സ്ത്രീകളിൽ ദേഹദുരിതത്തിന് സാധ്യതയുണ്ട്. അത്തം. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അത്തം 3ാം പാദത്തിൽ ജനിച്ച സ്ത്രീകൾ കരുതലോടെ പെരുമാറേണ്ട സമയമാണിത്. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ അല്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും. ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും കുറയും. നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം കുറയും. സാമ്പത്തിക നേട്ടം കുറയും. തൊഴിൽ സംബന്ധമായ യാത്രകൾ ആവശ്യമായി വരും. ശത്രുപീഡ കൂടും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും അനുകൂല സ്ഥാനത്തേക്ക് കിട്ടും. കോടതി വ്യവഹാരങ്ങളിൽ കാലതാമസം നേരിടും. തുലാം രാശി. ചിത്തിര, ചോതി, വിശാഖം 9, 4, 3 ജന്മസംഖ്യ. തുലാം രാശിക്കാർ ദ്വാപരയുഗക്കാരായ ഇവർ സ്വന്തം ധനം കൊണ്ട് കച്ചവടം, കൃഷി മുതലായവ ചെയ്ത് ദ്രവ്യലാഭമുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പണച്ചിലവ് കൂടാനും വരുമാനത്തിൽ കുറവ് വരാനും സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് പല മേഖലകളിലും ഇഷ്ടപ്പെടുമെങ്കിലും അത് പലതും ഉദ്ദേശിച്ച കാലത്ത് നടക്കാൻ പ്രയാസമാണ്. അവിചാരിതമായ തടസ്സങ്ങൾ വന്നു ചേരും. പക്ഷേ പുതിയ കർമ്മ മേഖലകൾ ഇവരെ തേടിയെത്തും. പുതിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി അവർ വിജയിക്കും. ശത്രുക്കളും അസൂയാലുക്കളും പല പ്രതിസന്ധികളും ഉണ്ടാക്കും. ഈ വർഷത്തെ പ്രധാന വിഷയം നിങ്ങളുടെ ആരോഗ്യമാണ്. ഊർജ്ജസ്വലത പഠനത്തെയും ജോലിയെയും ബാധിക്കും. ജോലി ചെയ്യുമ്പോൾ വിശ്രമിക്കാൻ തോന്നും. ഈ അവസ്ഥ പഠനത്തിലും ജോലിയിലും പ്രയാസമുണ്ടാക്കും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ധനസഹായം ലഭിക്കും. ഇതിനാവശ്യമായ സഹായം ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. പ്രൊഫഷണൽ കോഴ്സ് അഡ്മിഷൻ ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട്. എന്നാൽ തടസ്സങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്ക് അംഗീകാരം ലഭിക്കും. അനുകൂലമായ ട്രാൻസ്ഫറും ശമ്പള വർധനവും ലഭിക്കുന്നതാണ്. ചിത്തിര. ഈ നക്ഷത്രക്കാർക്ക് സർവാധിഷ്ഠ സിദ്ധിയുള്ള വർഷമാണ്. ചൊവ്വയുടെ ആധിപത്യമുള്ള വർഷമാണ്. നിങ്ങളുടെ വാക്കിനും പ്രവൃത്തിക്കും ജനം അംഗീകാരം നൽകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ഉയർച്ച സാധ്യത കാണുന്നുണ്ട്. പ്രവൃത്തി മണ്ഡലത്തിൽ നേട്ടം. നിക്ഷേപങ്ങളിൽ കൂടുതൽ നേട്ടം കാണുന്നുണ്ട്. പുതിയ തൊഴിൽ അവസരങ്ങൾ വരും. ബന്ധുക്കളിൽ നിന്നും സഹകരണം ഉണ്ടാകും. പുതിയ സംരംഭങ്ങളിൽ മുതൽ മുടക്കുന്നത് നന്ന്. ശാരീരിക പീഡയ്ക്ക് സാധ്യതയുണ്ട്. ഹരിമാര് കരിക്കഭിഷേകം നടത്തുക. ചോതി. ഈ നക്ഷത്രക്കാർക്ക് സർവാഭിഷ്ട സിദ്ധി ലഭിക്കുന്നതാണ്. വിവാഹ തടസ്സം അകലും. ബിസിനസ്സിൽ പുരോഗതി കാണുന്നു. തൊഴിൽ മേഖലകളിൽ നേട്ടം. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിലുള്ള ഭാഗ്യം കൈവരും. ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച കാര്യം നടക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യത കുറയും. കുടുംബജീവിതത്തിൽ സംതൃപ്തി കുറയും. ജീവനക്കാർക്ക് അനുകൂല സ്ഥാനചലനം കിട്ടും.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അഭിവൃദ്ധി, മംഗളകർമ്മങ്ങൾ പങ്കുചേരും. വൃശ്ചിക രാശി. വിശാഖം, അനിഴം, തൃക്കേട്ട. ജന്മസംഖ്യ 3, 8, 5. വൃശ്ചിക മാസം ജനിച്ചവർ. കലിയുഗ രാശിക്കാരായ ഇവർക്ക് ഒരു വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാകുന്നതല്ല. പൊതുവെ ഭാഗ്യം വന്നു ചേരുന്ന വർഷമായിരിക്കും ഇത്. വരുമാനം വർദ്ധിക്കും. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നേടാം. കല, വീഡിയോ രംഗത്തുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കും. പണം ഉണ്ടാക്കുന്നതിനും നേട്ടം ലഭിക്കുന്നതിനും കാലം അനുകൂലമായിരിക്കും. എല്ലാ കാര്യങ്ങളും നല്ല ഒരു മാറ്റം വരുത്താൻ ഈ വർഷം കഴിയും. സ്വന്തമായി വീടോ വരുമാന മാർഗമോ വന്നു ചേരും. ജീവിത നിലവാരത്തിൽ സാരമായ ഒരു മാറ്റം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം, വീട് എന്നിവയ്ക്കും ലോണും മറ്റും കിട്ടുവാൻ സാധ്യത കൂടുതലാണ്. വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട രീതിയിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ അല്പം ബുദ്ധിമുട്ടോടു കൂടി മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി ടെൻഷൻ ഉണ്ടാകാം. വാക്കുകൾ അന്യർക്ക് ദോഷം വരാത്ത രീതിയിൽ ഉപയോഗിക്കുക. നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. മൂത്രാശയ രോഗത്തിന് സാധ്യതയുണ്ട്. കൂടാതെ തോൾഭാഗത്തും അസുഖ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കുന്ന സമയമാണ്. ശത്രുശല്യവും അസൂയാലുക്കളെ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ്. നരസിംഹമൂർത്തിയെ ഭജിക്കുക. പ്രണയത്തിലും വിവാഹത്തിലും തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നന്നായി ആലോചിക്കുക. അകാരണമായി കാര്യങ്ങൾ വൈകാനും മാനസികമായ അലട്ടലിനും സാധ്യതയുണ്ട്. വിശാഖം. ധാതു നക്ഷത്രക്കാരായ ഇവർ തന്റെ കാര്യം നേടിയെടുക്കാൻ സൂത്രശാലികളാണ്. വിശാഖം 1-ാം പാദ നക്ഷത്രക്കാർക്ക് ദൈവകൽപ്പന എന്ന രൂപേണ തന്റെ ഇരിപ്പിടത്ത് എല്ലാം മൃഷ്ടാനം ലഭിക്കും. പൊതുവെ ഗുണം നിറഞ്ഞ വർഷമാണിത്. ജോലിയിൽ ഉത്തരവാദിത്വം വർദ്ധിക്കും. ആരോഗ്യനില മെച്ചപ്പെടും. മംഗളകാര്യങ്ങളിൽ തീരുമാനമാകും. വിദേശ സഹായം ലഭിക്കും. പ്രവൃത്തി രംഗം അനുകൂലമാകും. സന്താനങ്ങൾക്ക് സർവാഭിഷ്ട സിദ്ധി ഉണ്ടാകും. ഗൃഹാന്തരീക്ഷം സന്തോഷ ഭദ്രമായിരിക്കും. പുണ്യസ്ഥലം സന്ദർശിക്കും. വീട്ടുപകരണങ്ങൾ വാങ്ങും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വിജയം നേടും. തന്നേക്കാൾ താഴ്ന്നവരുമായി മാനസിക അടുപ്പം പുലർത്തും. മേലധികാരികളുടെ സഹകരണം മെച്ചപ്പെടും. അനിഴം. ധാതുമൂല്യ നക്ഷത്രക്കാരായ ഇവർ ഒരു പിടി പിടിച്ചാൽ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുന്ന സമയമാണ്. തേളിനെ പോലെ പിടിച്ചാൽ പിടിപിടിക്കുകയില്ല. മാനിനെ പോലെ അഴകുള്ളവരായിരിക്കും. സംഗീതത്തിലും ആഡംബരത്തിലും ഭ്രമമുള്ളവരായിരിക്കും. അനിഴം 1-ാം പാദക്കാർക്ക് ദൈവകൽപ്പന എന്നോണം ഇരിപ്പിടത്തിലെന്നോണം കിട്ടുന്നവരാണ്. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. വിദേശ യാത്രയ്ക്ക് തടസ്സങ്ങളുണ്ടാകും. പുതിയ സംരംഭങ്ങളിൽ ഇടപെടും. ഇഷ്ടജനങ്ങൾ ശത്രുക്കളെ പോലെ ഇടപഴകും. ചിലവുകൾ ശ്രദ്ധിക്കുക. ഗൃഹാന്തരീക്ഷം സന്തോഷമാകാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ശരീരപീഡകൾ കുറയും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും അനുകൂല സ്ഥാനചലനവും ലഭിക്കും. തൃക്കേട്ട. ഭൂമി, വാഹനം എന്നിവ വാങ്ങാൻ ആലോചിക്കും. ഗൃഹനിർമ്മാണ ലോൺ ലഭിക്കും. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. പുതിയ സംരംഭത്തിൽ ഏർപ്പെടും. തൃക്കേട്ട 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് ദൈവകൽപ്പന പോലെ ഏത് കാര്യത്തിലും അന്യരിൽ നിന്നും പ്രതിഫലമായി ലഭിക്കുന്നതാണ്. വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട് നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. ധനുരാശി. ധനുമാസത്തിൽ ജനിച്ചവർ. മൂലം, പൂരാടം, ഉത്രം. 7, 6, 1 ജന്മസംഖ്യ. കൃതായുഗ രാശിക്കാരായ ഇവർ സത്യം, ധർമ്മം, നീതി എന്നിവ പുലർത്തുന്നവരായിരിക്കും. ദൈവകൽപ്പന എന്ന പോലെ എല്ലാവർക്കും അടുത്തു ചെന്ന് ധനം, ദ്രവ്യം എന്നിവ ഇഷ്ടാനുസരണം ഇവർക്ക് നൽകുന്നതാണ്. അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. തടസ്സങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നീങ്ങി ജോലിയിലും ബിസിനസ്സിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. ജീവിതത്തിൽ തന്നെ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകും. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടും ലഭിക്കും. കാര്യങ്ങൾ മുന്നോട്ടിറങ്ങാൻ ഊർജം ലഭിക്കും. അനുകൂല ട്രാൻസ്ഫർ, പ്രൊമോഷൻ എന്നിവ ലഭിക്കും. ശമ്പള വർധനവും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം പണവും ലഭിക്കാൻ യോഗമുണ്ട്. പുതിയ വാഹനങ്ങളോ ആഡംബര വസ്തുക്കളോ വന്നു ചേരാൻ യോഗമുണ്ട്. ധനം നിക്ഷേപിക്കുന്നത് പ്ലാൻ ചെയ്യും. പ്രണയമുണ്ടാകാം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പുതിയ വസ്തു, വീട് ഇവ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായി ധനം നഷ്ടപ്പെടുത്താനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തതി ജനനവും ആഘോഷവും യോഗമുണ്ട്. മൂലം. ഗുണാനുഭവം ലഭിക്കും. നിയമന ഉത്തരവിന് സാധ്യത. പുതുതായി ഏറ്റെടുത്ത കാര്യങ്ങളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിലെത്തിച്ചേരും. ശത്രുക്കൾ മിത്രങ്ങളാകും. മോശം സ്വഭാവക്കാർക്ക് കുടുംബ ഭദ്രത കുറയും. പൂരാടം. പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും. വിവാഹത്തിന് സാധ്യതയുണ്ട്. ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ മാറുന്നതാണ്. ദൈവിക കാര്യങ്ങളിൽ മുഴുകി മനസ്സന്തോഷം കണ്ടെത്തുക. ഉത്രാടം. അഭിഷ്ടസിദ്ധി ലഭിക്കാം. തൊഴിൽ ലബ്ധി, കർമ്മരംഗം പുഷ്ടിപ്പെടും. കുടുംബ സുഖം, ആത്മധൈര്യം, ഭാഗ്യം, സൽകീർത്തി, കുടുംബ ഓഹരി വീതം വെച്ച് കിട്ടാം. മകം രാശി. മകരത്തിൽ ജനിച്ചവർ. ഉത്രാടം, തിരുവോണം, അവിട്ടം. 1, 2, 9. ത്രേതായുഗക്കാരായ ഇവർക്ക് ജനങ്ങൾ ദ്രവ്യം കൊണ്ട് കൊടുക്കുകയില്ല. അവിടെയും ഇവിടെയും അലഞ്ഞ് ദ്രവ്യം സമ്പാദിക്കുന്നവരാണ് ഇവർ. അനുകൂല മാറ്റം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്ന ധനമോ ജോലിയോ ലഭിക്കാം. മനസ്സിന് സന്തോഷമുണ്ടാകും. മത്സര പരീക്ഷയിൽ വിജയം
പ്രതീക്ഷിക്കാം. വിദേശ ജോലിക്ക് പറ്റിയ സമയമാണ്. തിരുവോണം സർവാവിഷ്ട സിദ്ധിക്ക് സാധ്യത. സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും യോഗം. ബന്ധുക്കൾ സ്നേഹമായി ഇടപെടും. ജീവിത നിലവാരം നന്നായിരിക്കും. സന്താനങ്ങൾക്ക് ഉയർച്ച. ഗൃഹോപകരണങ്ങളും ആഭരണങ്ങൾക്കും യോഗമുണ്ട്. രാഷ്ട്രീയത്തിലും കലാകായിക രംഗത്തുള്ളവർക്കും ഗുണാനുഭവം ഉണ്ടാകും. അവിട്ടം ഗുണദോഷ സമ്മിശ്രമായ വർഷമായിരിക്കും ഇവർക്ക് വരാനിരിക്കുന്നത്. ഉപരി പഠനത്തിന് സാധ്യത. മതപരമായ കാര്യങ്ങൾ ശ്രദ്ധ കൂടും. എഴുത്തു പരീക്ഷയിലും ഇന്റർവ്യൂവിലും വിജയം കരസ്ഥമാക്കും. കുടുംബത്തിൽ ചിട്ടയും സ്ഥിരതയും ഉണ്ടാകും. പങ്കാളിത്ത സംരംഭങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നന്ന്. മതിയായ രേഖകളില്ലാത്ത സാമ്പത്തിക സഹായം നൽകാതിരിക്കുക. പുതിയ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് ജോലിഭാരം കൂടാൻ സാധ്യതയുണ്ട്. കോടതിയിൽ കാര്യങ്ങളിൽ അനുകൂല വിധി ലഭിക്കാം. ഭാഗ്യക്കുറി ലഭിക്കാം. ജീവനക്കാർക്ക് അനുകൂല സ്ഥലമാറ്റവും പ്രമോഷനും സാധ്യത. കുംഭം രാശി. കുംഭമാസം ജനിച്ചവർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. 9, 4, 3 ജന്മസംഖ്യ. ദ്വാപര യുഗക്കാരായ ഇവർ സ്വന്തം ധനം കൊണ്ട് കൃഷി, കച്ചവടം എന്നിവ ചെയ്ത് പണമുണ്ടാക്കുന്നവരാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് മോശമില്ലാത്ത ജോലി ലഭിക്കാം. അനുകൂലമായ ഫലത്തിന് സാധ്യതയുണ്ട്. മെഡിക്കൽ വിഭാഗത്തിലുള്ളവർക്ക്, സോഫ്റ്റ്വെയർ, എഞ്ചിനീയറിംഗ് എന്നിവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. MNC, വിദേശ ജോലി എന്നീ വിഭാഗങ്ങളിലുള്ളവർക്ക് ജോലി മാറാനോ പ്രമോഷനോ സാധ്യതയുണ്ട്. അധ്യാപനം, കലാരംഗം, ജേർണലിസം എന്നിവർക്കും കാലം അനുകൂലമാണ്. പെൻഷൻ കൂടുതലുണ്ടാകും. ഉറക്കക്കുറവും ശാരീരിക ക്ഷീണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിബന്ധത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകേണ്ട സമയമാണ്. പല പുതിയ രംഗത്തും വിജയ സാധ്യതയുണ്ടാകും. ഗൃഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായി വരും. ആഡംബരങ്ങൾക്ക് പണം ചിലവാക്കും. ചതയം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നേട്ടമുണ്ടാകും. പ്രവൃത്തികളിൽ മിതത്വം പാലിക്കുക. വീട്, വാഹനം, വസ്തു എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ഭാഗ്യം ലഭിക്കും. ഭാഗ്യക്കുറി ലഭിക്കുന്നതാണ്. പൂർവിക സ്വത്ത് അനുഭവിക്കാൻ യോഗം. വിദേശ സഹായത്തിന് സാധ്യതയുണ്ട്. പൂരുരുട്ടാതി ഉദ്ദേശകാര്യങ്ങൾ പലതും നേടും. പുതുതായി ഗൃഹം വാങ്ങാനോ പുതുക്കാനോ യോഗമുണ്ട്. പ്രവൃത്തിരംഗം പുഷ്ടിപ്പെടും. ദൂരയാത്രകളിൽ നേട്ടം കാണാം. തൊഴിൽ രംഗത്ത് സംതൃപ്തി. കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടം. തൊഴിലിന് യോഗം. ബന്ധുക്കളുടെ സഹായം. കുടുംബ ബാധ്യത കുറയാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വിവാഹകാര്യത്തിൽ തടസ്സം മാറി മാംഗല്യ ഭാഗ്യം ലഭിക്കും. ഗൃഹത്തിൽ ശാരീരിക പീഡയ്ക്ക് സാധ്യതയുണ്ട്. മീനം രാശി. മീനമാസത്തിൽ ജനിച്ചവർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ജന്മസംഖ്യ 3, 8, 5. കലിയുഗ രാശിക്കാരായ ഇവർക്ക് ഒരു വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാകുകയില്ല. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. ജോലിയിൽ നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരും. അലസത മാറ്റിവെച്ച് അവസരങ്ങൾ ഉപയോഗിക്കുക. മാനേജ്മെന്റ്, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഉപരിപഠനത്തിന് യോഗം കാണുന്നുണ്ട്. പുതിയ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചുമതലകൾ കൂടുതൽ വരുന്നതിനാൽ മാനസിക പിരിമുറക്കം വരാം. വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രമോഷൻ, അനുകൂല മാറ്റം എന്നിവയ്ക്ക് ഒരു തടസ്സത്തിന് ശേഷം നന്നാകും. വാഹനം, ഗൃഹം എന്നിവ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അവിചാരിതമായ കണ്ടുമുട്ടൽ പ്രേമത്തിൽ എത്തിച്ചേരും. ജീവിതം വർണ്ണമാക്കുന്ന ഒരു ബന്ധത്തിൽ എത്തിച്ചേരാം. കുടുംബത്തിൽ സ്വരച്ചേർച്ചയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ, ആഡംബര വസ്തു വാങ്ങാനൊക്കെ, സാമ്പത്തിക നില മെച്ചപ്പെടാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. കച്ചവടം മോശമില്ലാതെ തുടരും. ആഡംബര വസ്തു വാങ്ങാൻ സാധ്യതകളേറെയാണ്. വേണ്ടപ്പെട്ടവർക്ക് ആൾജാമ്യം നിൽക്കരുത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മാന്ദ്യം സംഭവിക്കും. അതിനാൽ അലസമായ പ്രവൃത്തി ഒഴിവാക്കുക. പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാവരിൽ നിന്നും അകലം പാലിക്കുന്നത് നല്ലതാണ്. സ്വന്തം രഹസ്യങ്ങൾ പരസ്യമാക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വേണ്ടപ്പെട്ടവരെ കൊണ്ട് പ്രയാസം വരുന്ന കാലമായതിനാൽ അടുപ്പം നിയന്ത്രിക്കുക. വൈദ്യസഹായം തേടുന്നത് നന്ന്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. ഉത്രട്ടാതി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനത്തിന്റെ ഉയർച്ചയിൽ സന്തോഷിക്കും. ഗൃഹത്തിൽ മംഗള കർമ്മത്തിന് സാധ്യത. കീർത്തി വർദ്ധിക്കും. ദൈവിക കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തും. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയും ഉത്സാഹവും ഓർമ്മശക്തിയും കുറയും. രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നേട്ടം കൂടിയിരിക്കും. ജോലിയിൽ ഉയർച്ച ലഭിക്കും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. കീഴ് ജീവനക്കാരിൽ നിന്നും മെച്ചപ്പെട്ട സമീപനമുണ്ടാകും. കോടതി കാര്യം ഒത്തുതീർപ്പിലാകും. കിട്ടാക്കടങ്ങൾ തിരിച്ചു കിട്ടും. വിദേശയാത്ര സഫലീകൃതമാകും. അധ്വാനത്തിന് പൂർണ്ണമായ ഫലം ലഭിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ വിജയകരമായി ചെയ്തു തീർക്കും. കൃതായുഗ രാശിയെങ്കിലോ കൃതായുഗ രാശി നവാംശകത്തിലോ ജനിച്ചവർക്ക് ദൈവകൽപ്പനയാൽ ദ്രവ്യം അടുത്തു തന്നെ കൊണ്ടു കൊടുക്കുന്നതാണ്. മേടം, ചിങ്ങം, ധനു രാശിയിൽ ജനിച്ചവർ, എല്ലാ നക്ഷത്രങ്ങളെയും 1-ാം പാദത്തിൽ ജനിച്ചവർ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നീ മൂർത്തിഭാവങ്ങളിൽ ഭജിക്കുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ കൂട്ടുവാനും ഇത് സഹായിക്കും. ത്രേയയുഗ നവാംശകത്തിലോ ജനിച്ചവർക്ക് കഷ്ടപ്പെട്ട് ദ്രവ്യലാഭം ഉണ്ടാക്കണം. ഇടവം, കന്നി, മകരം രാശിയിൽ ജനിച്ചവർ, എല്ലാ നക്ഷത്രത്തിന്റെയും 2-ാം പാദത്തിൽ ജനിച്ചവർ വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ ഇവരെ ഭജിക്കുക. വിശിഷ്ട പിതൃക്കളുടെ ദോഷത്തിനും ജന്മാന്തര പാപം തീരുന്നതിനും ഇവരെ ഭജിച്ചാൽ ഗുണഫലങ്ങൾ ലഭിക്കും. ദ്വാപര യുഗ രാശിയിലോ ദ്വാപരയുഗ നവാംശകത്തിലോ ജനിച്ചവർ മുകളിൽ പറഞ്ഞ 2 പേരെയും പോലെ ദ്രവ്യ ലഭിക്കുന്നവരല്ല. സ്വന്തം
ധനം കൊണ്ട് കച്ചവടം, കൃഷി മുതലായവ ചെയ്താൽ ദ്രവ്യലാഭമുണ്ടാക്കാം. മിഥുനം, തുലാം, കുംഭരാശിയിൽ ജനിച്ചവർ, എല്ലാ നക്ഷത്രങ്ങളുടെയും 3-ാം പാദത്തിൽ ജനിച്ചവർ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഭജിക്കുക. ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കും. കലിയുഗ രാശിയിലോ കലിയുഗ രാശി നവാംശത്തിലോ ജനിച്ചവർക്ക് ഒരുവിധ ദ്രവ്യലാഭവും ലഭിക്കുന്നതല്ല. കർക്കിടകം, വൃശ്ചിക രാശി, മീനം രാശിയിൽ ജനിച്ചവർ, എല്ലാ നക്ഷത്രക്കാരുടെയും 4-ാം പാദത്തിൽ ജനിച്ചവർ കൽക്കിയെ ഭജിക്കുക. ദോഷങ്ങൾ മാറി ഗുണഫലം കൂടുതൽ ലഭിക്കും. ദേവന്റെ തിരുനാളായ കന്നിയിലെ ആയില്യത്തിൽ എത്തുന്നു ഭക്തരനേകം കാണിക്കയുമായി. പൂയെന്നാളന്നല്ലോ ആഡംബര വിഭൂഷിതരായി ദർശനമരുളുന്നു ഭക്തർക്കഭയം നൽകി. കന്നിയിലെ ആയില്യത്തിൽ നാഗരാജ സന്നിധി പുൽകി. ലക്ഷം ലക്ഷം ഭക്തജനങ്ങൾ നേടുന്നു പുണ്യം. ഇല്ലത്തേക്കുന്നടുത്തും ദേവന്റെ തിരുവഴും നള്ളിപ്പ്. കാണുന്നവർക്കില്ലല്ലോ സർപ്പഭയം. പിന്നെ നാലുകെട്ടിനകത്ത് എഴുന്നള്ളിച്ച് ആരാധകർ പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളിച്ച് പുള്ളുവൻ പാട്ടിന്റെ സ്തുതി അകമ്പടിയോടുകൂടി അകത്ത് എഴുന്നള്ളിക്കുന്നു. സന്ധ്യയോടുകൂടി ഏറ്റവും മർമ്മപ്രധാനമായ പരിശുദ്ധമായ സർപ്പബലി എന്ന പവിത്രമായ ക്രിയ ആരംഭിക്കുകയാണ്. 10 മണിയോടുകൂടി സർപ്പബലി അവസാനിച്ചാൽ നട അടയ്ക്കുന്നു. കശിപ കുലാപതികളായ അഷ്ടനാഗങ്ങൾ അനന്തൻ, ഗുളികൻ, വാസുകി, ശംഖപാലകൻ, തക്ഷകൻ, കാർക്കോടകൻ എന്നിങ്ങനെ മഹാദേവന്റെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഏക അഷ്ടനാഗ സങ്കേതം ഇവിടുത്തെ പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ അഷ്ടനാഗ പൂജയും അഷ്ടനാഗങ്ങൾക്ക് അഭിഷേകവും നടത്തപ്പെടുന്നു. ആയില്യത്തിന് ചടങ്ങുകൾ അവസാനിക്കുന്നു. തുലാമാസത്തിലും ഇതേ ചടങ്ങ് കൂടി ആയില്യം വിശാലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ജീവിതത്തിൽ കഠിന ദുഃഖങ്ങൾക്ക് കാരണമാകുന്ന നിരവധി ദോഷങ്ങളുണ്ട്. അതിൽ ഏറ്റവും തീവ്രമാണ് നാഗശാപദോഷം. നാഗാരാധനയിൽ കാര്യമായ പിഴവ് സംഭവിക്കുകയോ അവയുടെ വാസസ്ഥലങ്ങൾ നശിക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്യുക, പാമ്പിൻ പുറ്റ് ഉടയ്ക്കുക, സർപ്പക്കുഞ്ഞുങ്ങൾ മരിക്കാൻ ഇടവരിക, സർപ്പക്കാവിലെ വൃക്ഷങ്ങൾ മുറിക്കുക, ചിത്രകൂടത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുക തുടങ്ങിയവ സർപ്പദോഷങ്ങൾക്ക് ഇടയാക്കും. ഇത് സന്താന ദുരിതം, ദാമ്പത്യ ക്ലേശം, ത്വക്ക് രോഗം, ഗർഭാശയ രോഗം, മാനസിക വിഭ്രാന്തി, വിദ്യാതടസ്സം, ധനനഷ്ടം, ആപത്തുകൾ തുടങ്ങിയ ദുരിതങ്ങൾക്ക് ഇടയാക്കും. ദോഷം പരിഹരിക്കാൻ സർപ്പബലി, ധാര, 100 പാലും, സർപ്പപ്പാട്ട്, സർപ്പസൂക്താർച്ചന, അഷ്ടനാഗപൂജ, പാലും പഴവും പാൽപായസ ഹോമം, രാഹുർ ദോഷ ശാന്തി പൂജ, മഞ്ഞൾപ്പറ, ഉദയാസ്തമന പൂജ തുടങ്ങിയവ അനുയോജ്യമാണ്. ഇങ്ങനെ നാഗപൂജകളും വഴിപാടുകളും നടത്തി സർപ്പദോഷം അകറ്റി സർപ്പപ്രീതി നേടാനുള്ള നിരവധി നാഗക്ഷേത്രങ്ങളുണ്ട്. കന്നിയിലെ നാഗാരാധനയ്ക്കും പ്രായശ്ചിത്ത പരിഹാര നാഗപൂജകൾക്കും വഴിപാടുകൾക്കും ഏറ്റവും ശ്രേഷ്ഠമായ നാഗങ്ങളുടെ മൂലസ്ഥാനമായി കരുതുന്ന വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം അനന്തനും നാഗയക്ഷിയുമാണ് പ്രധാന ദേവതകൾ. ഇവിടെ ആദിശേഷനായ അനന്തന്റെ പ്രതിഷ്ഠ നടന്നത് കന്നിയിലെ ആയില്യം നക്ഷത്ര ദിവസമാണ്. ഈ ദിവസമാണ് വെട്ടിക്കോട്ട് നാഗരാജാവിന്റെ തിരുനാളായി സങ്കല്പിക്കുന്നത്. അന്നാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട് നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ. പഴയ കാലം മുതൽ കേരളത്തിലെ പല തറവാടുകളിലും സർപ്പക്കാവുകളും സർപ്പങ്ങളുടെ ആരാധനയും നിലനിന്നിരുന്നു. സർപ്പങ്ങൾക്ക് ആണ്ടിൽ ഒരു ദിവസത്തെ പൂജ മാത്രമേ വിധിച്ചിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ കഴിക്കാം, പക്ഷേ മിനിമം ഒരു 100 പാലും സർപ്പങ്ങൾക്ക് നടത്തിയിരിക്കണമെന്നാണ്. പഴയകാലം നമ്മുടെ പൂർവികർ എല്ലാ വർഷവും ഏതെങ്കിലും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പുറ്റടം ഒഴികെ, പുറ്റടമെന്ന് പറയുന്നത് ഇടവം 15 മുതൽ കന്നിമാസിലെ ആയില്യം വരെയുള്ള ആ ദൈർഘ്യത്തിനാണ് പുറ്റടം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ കാവുകളിൽ പൂജ നടത്താറില്ല. ഈ 4 മാസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ എല്ലാ കാവുകളിലും പൂജയും 100 പാലും നടത്തിയിരുന്നു. ഇപ്പോൾ തലമുറക്കാർ അവർ വിദേശത്താണെങ്കിലും ആ കാവുകളിൽ പൂജ മുടങ്ങാതെ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് മതി, അത് സർപ്പശാപമാകില്ല. നമ്മൾ
നാട്ടിൽ വരുമ്പോൾ അവരെ തൊഴുത് ഭരിച്ചോളുക മാത്രം മതി. അങ്ങനെ ആ പൂജ മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. നമ്മൾക്കൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ മുഖേനയോ കുടുംബാംഗങ്ങൾ മുഖേനയോ അത് തുടർന്ന് ആചരിക്കുക. എന്നാൽ അങ്ങനെ ക്ഷയിച്ചു പോയേക്കുന്ന ചില കാവുകളുണ്ട്. അങ്ങനെയുള്ള കാവുകൾ സർപ്പസങ്കേതങ്ങൾ, അതായത് സർപ്പക്ഷേത്രങ്ങളായ ഈ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം അതുപോലുള്ള മറ്റ് ചില ക്ഷേത്രങ്ങളിലേക്ക് ആവാഹിച്ച് മാറ്റപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർ ആ ആണ്ടിൽ അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നവർ, കുടുംബങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പൂജ ഇവിടെ വന്ന് നടത്താറുണ്ട്. അവർക്ക് നേരിട്ട് വന്ന് നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് അമ്പലത്തിൽ ഇടപാട് ചെയ്ത് അമ്പലത്തിൽ ആ പൂജകൾ നടത്താവുന്നതാണ്. അത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട്, അത് നൂറുമ്പാലും എന്നുള്ള പൂജയാണ് വാർഷികമായിട്ട് നടത്തുന്നത്. അത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് നടത്താവുന്നത്. വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട് നാഗയക്ഷിയം. കന്നിയിലെ പൂയം നാളിൽ സർവാഡംബര വിഭൂഷിതരായ നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും ദീപാരാധന ദർശിക്കുന്നത് അസുലഭ ഭാഗ്യമാണ്. ഈ ദീപാരാധന കണ്ട് തൊഴുതാൽ മിക്ക നാഗദോഷങ്ങളും തീരും. വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ആട്ടിയ എണ്ണ ത്വക്ക് രോഗങ്ങൾക്കും മറ്റും മാറാരോഗങ്ങൾക്കും സിദ്ധൌഷധമാണ്. കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധി, സന്താന സൗഭാഗ്യം, സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, മാനസിക ശാരീരിക ആരോഗ്യ വർധനവ്, വിദ്യാഭ്യാസ ഉന്നതി, ദീർഘായുസ് തുടങ്ങിയ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. കന്നിയിലെ പോലെ തന്നെ തുലാത്തിലും പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വെട്ടിക്കോട്ട് പ്രധാനമാണ്. വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിലെ തേവാരപ്പുരയിലും നിലവറയിലും കൂടി ദർശനം നടത്തിയാൽ ഫലപ്രാപ്തി വർദ്ധിക്കും. കാണുന്നവർക്കില്ലല്ലോ സർപ്പഭയം. പിന്നെ ആയില്യം നാളിയെന്നു സർപ്പബലി കണ്ടു തൊഴുതാൻ എത്തുന്നു ഭക്തരനേകം വർഷം തോറും. പിറ്റേന്നു രാവിലെയുള്ള ഇളനീരഭിഷേകം കാണുന്ന ഭക്തനോടും ദർശപുണ്യം. വെട്ടിക്കോട് വാഴും നാഗരാജ സ്വാമിയെന്നും കുടികൊള്ളുന്നു ഭക്തർക്കുള്ളിൽ പ്രഭയോടെന്നും. ആദിമൂലം വെട്ടിക്കോട്ടു നാഗയക്ഷിയമ്മയും ദുഃഖങ്ങളൊക്കെ അകറ്റി കുടികൊള്ളുന്നിവിടെ.